നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളുണ്ടാവില്ലേ ഏട്ടന്റെ കൂടെ? ചേട്ടാ ശരി, ഞാൻ ഇറങ്ങാച്ച. ശരിയടാ. പ്രീതി കുഞ്ഞെ, മോളെ പ്രീതി, പ്രീതി മോളെ പ്രീതി. പ്രീതി മതിയടാ, ഈ അനുഗ്രഹം നിനക്ക് ധാരാളം മതിയടാ. കോമയിലാണെങ്കിലും മനസ്സുകൊണ്ട് പ്രീതി നിന്നോടൊപ്പം ഉണ്ട്. ജയിച്ചു കാണിക്കണം മോനെ, ജയിച്ചു കാണിക്കണം. മതി മോളെ, ഏട്ടൻ ഇത് ധാരാളം മതി. ഈ ഏട്ടൻ ജയിച്ചു കാണിക്കും. അപ്പൊ അത് കണ്ട് ഈ കൈ കൊണ്ട് തന്നെ എന്റെ മോള് കൈയടിക്കണം കേട്ടോ. പോയിട്ട് വരാം മോളെ. അർജുൻ, നിന്റെ ഭാര്യ വേലുള്ളിക്കല്ല അത്യാവശ്യം. നിന്റെ അമ്മ പറഞ്ഞതുപോലെ നിന്റെ അമ്മായിമ്മയെ കൊണ്ട് തളം വെക്കടാ. പിള്ളേ സാർ വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശാരദമേ, എനിക്കും. നീ കുളിച്ചോടാ? ആ കുളിച്ചു. ആ അവനാ അത്യാവശ്യം. അവന്റെ തലയൊന്ന് തണുക്കട്ടെ, മൊത്തം ചൂടായി കിടക്കുക. വിജിലെ നീയും വാ. അവൾക്ക് തൊടണ്ട ശാരദമേ. പോടാ. ചുമ്മാ പറഞ്ഞതല്ല, അവള് കുളിക്കാറില്ല. പോടാ അവിടുന്ന്. ഇവര് തമ്മിൽ എപ്പോ നോക്കിയാലും കീരിയും പാമ്പും ആണല്ലോ. അതല്ലേ ശാരദാമ്മ ഒരു രസം. ഞങ്ങളും അങ്ങനെയായിരുന്നു, ഞാനും പ്രീതി. ഇപ്പൊ ഒന്ന് കാണാൻ പോലും. അച്ഛനെ
നല്ലൊരു ദിവസമായിട്ട് സെന്റ് ഇട്ട് കലക്കല്ലേ. എല്ലാം ശരിയാവും മോനെ. പ്രീതി പഴയതുപോലെ എഴുന്നേറ്റ് നടക്കും, സംസാരിക്കും. സത്യാമ്മയ്ക്കും നിങ്ങളോടുള്ള പിണക്കമൊക്കെ മാറും. സത്യമ്മ വരുന്നുണ്ടല്ലോ. അമ്മ വരില്ലെന്നാണല്ലോ പറഞ്ഞേ. എടോ അച്ഛൻ. അച്ഛൻ അച്ഛ മക്കളെ മക്കളെ അച്ഛാ അല്ല, യാത്രയൊക്കെ അച്ഛാ അച്ഛാ ഇരിക്കെ ഇരിക്കും. പതുക്കെ. സുഷി നമസ്കാരം രാഘവട്ടാ. നമസ്കാരം ശാരദാമേ. ശാരദാസ് കഫേ അല്ലേ? പേര് വിഷ്ണുവേട്ടന്റെ നിർബന്ധ. നന്നായി മക്കളെ. ഇതിലും നല്ലൊരു പേര് ഈ റെസ്റ്റോറന്റിന് കിട്ടാനില്ല. ഐശ്വര്യം ഉണ്ടാവും ശാരദാമ്മയുടെ കൈപുണ്യത്തിന്. പിന്നെ ശാലിനി ഉണ്ടല്ലോ. ശാലിനി മോളോടെ? അവള് ഇന്ദുമതി അമ്മയുടെ അടുത്തുണ്ട് അർജുനേട്ടാ. ഇപ്പൊ അവള് ഇന്ദുമതി അമ്മയായിട്ട് നന്നായിട്ട് ഇണങ്ങി. ഞാനില്ലെങ്കിലും കുഴപ്പമില്ലെന്നായിട്ടുണ്ട്. ആ കമലിന് വിജയിലേക്ക് ഉണ്ടല്ലോ. ഇതാ പറയുന്നത്, ദൈവം അങ്ങനെ ആരെയും കൈവിടില്ല എന്ന്. അച്ഛാ, നമുക്കെന്നാ വിളക്കെത്തിച്ചു തുടങ്ങിയാലോ? അങ്ങനെ ആവട്ടെ. ഇനിയിപ്പോ ഇവിടെ ആരും വരാനൊന്നുമില്ലല്ലോ അല്ലേ? അല്ല, സത്യാമ്മ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ട്രീറ്റ്മെന്റ് കൊണ്ടൊന്നും ഇനി ഒരു കാര്യമില്ലെന്ന പ്രൊഫസർ ചതുർവേദിയുടെ വിലയിരുത്തൽ. ഇതൊരു അവസാന വാക്കായിട്ടാണ് ഡോക്ടർ പറയുന്നത്. അങ്കിൾ, എന്റെ മരണം വരെ എനിക്ക് എന്റെ മോളെ ബെഡിൽ കാണേണ്ടി വരും മോനെ. ഇനി ഒരു പുനർജന്മം അവർക്കില്ല. ഒരച്ഛനും ഇങ്ങനൊരു വിധി ഉണ്ടാവരുത്. ഡോക്ടർ അങ്ങനെ ഒരു നിഗമനം പറഞ്ഞെന്ന് വെച്ചിട്ട് നമുക്കത് കേട്ടിരിക്കാൻ പറ്റുമോ? അങ്കിള് തകർന്നു പോരുത്. ഈ ലോകത്തിന്റെ ഏത് കോണിൽ വേണമെങ്കിലും ഞാൻ അവളെ കൊണ്ടുപോകും. തിരിച്ചു കൊണ്ടുവരും ഞാൻ അവളെ. അവളില്ലാതെ ഞാനുണ്ടോ? എന്റെ പ്രാണവായു അവൾ. ഡോക്ടർ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ നീ ഇതൊന്നും പറയില്ലായിരുന്നു. എന്റെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു. ആ കൊടുംവിഷം എന്റെ മോളുടെ ശരീരം പതിയെ പതിയെ കാർന്ന് തിന്നുക.
പഴയതുപോലെ എണീറ്റ് നടക്കാൻ സ്വപ്നം കാണും എന്റെ മോള്. അച്ഛന്റെ കൈ പിടിച്ച് ഒരു വട്ടം കൂടി പിച്ച വെച്ച് നടക്കാനുള്ള ഭാഗ്യ എനിക്ക് വരാൻ പോതേന്ന് ഇന്നലെ തമാശ പറഞ്ഞ എന്റെ മോള്. വിവാഹത്തെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഇവിടെ ഉള്ളവരെല്ലാം അവളുടെ മനസ്സിലിട്ട് കഴിഞ്ഞു. പക്ഷെ സത്യം എന്താണെന്ന് എന്റെ മോൾ അറിയുന്നില്ലല്ലോ. പ്രഭേ, ഇത് എങ്ങനെ എന്റെ കുട്ടിക്ക് സഹിക്കാൻ കഴിയും? ഈ അവസ്ഥ അവൾ തിരിച്ചറിഞ്ഞ പിന്നെ അവള് ജീവിച്ചിരിക്കൂ. പ്രഭാചന്ദ്രൻ മരിച്ചു മോനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു ചതിയന്റെ മുഖം മറച്ചു വെച്ച് ഞാൻ അവൾക്കൊപ്പം പോയി. അവൾ കണ്ടെത്തിക്കൊണ്ടുവന്ന വിവരങ്ങളൊക്കെ എന്നോടുള്ള വിശ്വാസത്തിൽ അവൾ പറഞ്ഞു. അതൊക്കെ തന്ത്രപൂർവം മനസ്സിലാക്കി ഞാൻ സ്വന്തം മുഖം രക്ഷിച്ചു. വീണ് കിടക്കുമ്പോഴും അമ്മുവിന്റെ ഭർത്താവിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു അവൾ. എനിക്കതിലൊരു താല്പര്യമില്ലെന്ന് അവൾ പരിഭവം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാവരുടെ സമാധാനത്തിന് വേണ്ടിയാ. ഒരു കുടുംബം ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോവാൻ അവളുടെ മുമ്പിൽ എനിക്ക് അതിനെ കഴിഞ്ഞുള്ളൂ. എല്ലാം അവളോട് തുറന്നു പറയേണ്ടതായിരുന്നു. എനിക്ക് തെറ്റുപറ്റിയത് അവിടെയാ. ഇനി തിരുത്താൻ കഴിയാത്ത തെറ്റ്. നിങ്ങൾ മാത്രം എന്തിനീ ശിക്ഷ അനുഭവിക്കണം? എല്ലാത്തിനും കാരണക്കാരി ഞാനല്ല. എന്നെയല്ലേ നിങ്ങൾ പഠിക്കേണ്ടത്? എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചതല്ലേ നിങ്ങൾ ചെയ്ത ഏക തെറ്റ്? മനസ്സവാച നിങ്ങൾ ചേച്ചിയെ ചതിച്ചിട്ടില്ല. നിങ്ങൾ ചേച്ചി എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് എനിക്കറിയാം. എന്നും ആ സ്നേഹം അണയാതെ നിലനിൽക്കണം. ചേച്ചിക്ക് ഇനി നടക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടണം. ചേച്ചി ആഗ്രഹിക്കുന്നിടത്തൊക്കെ ചേച്ചിയെ കൊണ്ടുപോണം. ചേച്ചിക്ക് കാലുകളില്ലെങ്കിൽ എന്താ? ദൈവം നിങ്ങൾക്ക് കൈകൾ തന്നിട്ടില്ലേ? ഒരു കാലത്ത് ഞാൻ അവളെ ഉപേക്ഷിക്കില്ല. എന്റെ കൈകളിൽ ഒരു കുഞ്ഞിനെ പോലെ ഞാൻ അവളെ കൊണ്ടു നടക്കും. ഞാനോ നീയോ മനസ്സുകൊണ്ട് പോലും ഒരു തെറ്റ് ചെയ്തിട്ടില്ല. അത് നിന്റെ ദൈവത്തിനും അറിയില്ല. പിന്നെ എന്തിനാ ഇങ്ങനെ ശിക്ഷിക്കുന്നത്?
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഭർത്താവ് മറ്റൊരു പെണ്ണിന്റെ സ്വന്തമാവുന്നത് കണ്ടു നിൽക്കേണ്ടി വരുന്ന ഭാര്യയുടെ മാനസികാവസ്ഥ എനിക്ക് ഊഹിക്കാൻ കഴിയും. ശുദ്ധമായ മനസ്സുമായി നീ നിന്നുപോയിട്ടുണ്ടാവും. പാർവതി കാവലില്ലെങ്കിൽ വിശാലിന് എന്ത് സംഭവിക്കുമെന്നുള്ളത് ഇന്ന് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ടാവും. ഇത് നിന്റെ വിജയം തന്നെയാണ് മോളെ. അല്ല, മോൾ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ആ, എന്നാലേ മോള് വാ, നമുക്ക് പോയി ക്യാൻറ്റീനിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. ദേ, എനിക്ക് മരുന്ന് കഴിക്കാനുള്ളതല്ലേ. മോള് വാ. ശരി അച്ഛാ. ഇപ്പഴാ മനസമാധാനമായത്. എന്തുപറ്റി? ആരായിരുന്നു ഫോണില്? ഹോസ്പിറ്റലിൽ നിന്ന് അച്ഛനാ വിളിച്ചത്. വിശാൽ ബ്രോയ്ക്ക് കുഴപ്പമൊന്നുമില്ല. നെറ്റിയിലെ മുറിവ് കാര്യാക്കാനില്ലെന്നും സ്കാൻ ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ലെന്നും ഡോക്ടർ പറഞ്ഞു അത്രേ. പാർവതിയുടെ പ്രാർത്ഥന കൊണ്ടാ വിശാലിനൊന്നും സംഭവിക്കാതിരുന്നേ. ഈ ടെൻഷനിടയിൽ ഒരു കാര്യം ചോദിക്കാൻ മറന്നു. ചെറിയമ്മ എന്തുകൊണ്ടാ കല്യാണത്തിന് പങ്കെടുക്കാതിരുന്നത്? ആരോടും ഒന്നും പറയാതെ എങ്ങോട്ടേക്കാ പോയത്? ഇവിടുത്തെ പ്രഭാവതി തമ്പുരാട്ടിയുടെ കൽപ്പനയായിരുന്നു ഞാൻ കല്യാണത്തിൽ പങ്കെടുക്കരുതെന്ന്. ഞാൻ അവിടെ ഉണ്ടെങ്കിലേ ഈ കല്യാണം മുടങ്ങുമെന്നുള്ള ഭയം. അതിപ്പോ ചെറിയമ്മയുടെ പ്രസൻസ് ഇല്ലാതിരുന്നിട്ടും കല്യാണം മുടങ്ങിയില്ലേ? അതങ്ങനെ സംഭവിക്കൂ. കാരണം ദൈവം കൂട്ടിച്ചേർത്തവരെ വേർപിരിക്കാൻ മനുഷ്യർ വിചാരിച്ച് നടക്കില്ല. അങ്ങനെ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള ശിക്ഷയും ദൈവം തന്നെ കൊടുക്കും. എന്റെ സംശയം എന്താണെന്നറിയോ? ഈ കല്യാണം ഒഴിവാക്കാൻ വേണ്ടി വിശാൽ ബ്രോ മനഃപൂർവ്വം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തതാണോന്നാ. അങ്ങനെ ചിന്തിക്കുന്നതിലും തെറ്റൊന്നുമില്ല. കാരണം പാർവതിയെ പിരിയാൻ വിശാലിന് കഴിയില്ല. തിരിച്ച് പാർവതിക്കും വിശാലിനെ നഷ്ടപ്പെടുന്നത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെന്തുകൊണ്ടാ പരസ്പരമുള്ള ഇഷ്ടം അവർ തുറന്നു പറയാത്തത്? ആരാദ്യം പറയുന്നുള്ള മത്സരം വല്ലതും ആണോ ഇനി? അത് മത്സരമല്ല. പാർവതിക്ക് ഉദയന്നൂർ അമ്മയിലൂടെ കിട്ടുന്ന ചില മുന്നറിയിപ്പുകളുടെ ഭാഗമായി അവൾ എടുക്കേണ്ടി വരുന്ന തീരുമാനങ്ങൾ കൊണ്ടാ ഉള്ളിലെ ഇഷ്ടം പ്രകടമാക്കാത്തത്. പാർവതിയുടെ വാക്കുകൾ അക്ഷരം പ്രതി പാലിക്കാൻ നിൽക്കുന്നതുകൊണ്ടാ വിശാലിന് ഇങ്ങനൊരു ഗതികേട് വന്നത്. അവനൊരാണല്ലേ. അവന്റേതായിട്ടൊരു തീരുമാനം എടുക്കാൻ അവൻ എന്ന് പ്രാപ്തനാവുന്നോ അന്നേ ഇതിനൊരു പരിഹാരം ഉണ്ടാവും. ഞാനും പലപ്പോഴും ഇത് ആലോചിച്ചിട്ടുണ്ട്. വിശാൽ ബ്രോ പ്രതികരണശേഷി ഇല്ലാത്തൊരു മനുഷ്യനാണോന്ന്. ഈ പ്രശ്നങ്ങൾക്കിടയിൽ കിടന്ന് വീർപ്പ് മുട്ടുന്ന അച്ഛന്റെ അച്ഛമ്മയുടെ മുഖം ഒന്ന് ഓർത്താ വിശാൽ ബ്രോയ്ക്ക് പ്രതികരിക്കായിരുന്നില്ലേ? അതും ചെയ്യുന്നില്ല. എല്ലാം രണ്ടാനമ്മ പറയുന്നത് പോലെ. ചെറിയമ്മ പറഞ്ഞതാ ശരി. ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ വിശാൽ ബ്രോ എന്ന് തീരുമാനിക്കുന്നോ അന്നേ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. CA അരവിന്ദനും ആ ഷോക്കിൽ നിന്ന് ഇനി മാറാത്തത് കൊണ്ടാ മണ്ഡപത്തിൽ വന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ട് പോയത്. അധികം സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നുമില്ല എനിക്ക്. പക്ഷേ സ്വസ്ഥതയും സമാധാനമുള്ള ഒരു കുടുംബജീവിതം ഞാൻ ആഗ്രഹിച്ചിരുന്നു. ആദ്യത്തെ കാഴ്ചയിൽ തന്നെ വിശാലിനെ ഞാൻ ഇഷ്ടപ്പെട്ടു പോവുകയും ചെയ്തിരുന്നു. ആഗ്രഹിച്ചതുപോലൊരു ജീവിതം തന്നതിന് ദൈവങ്ങളോട് നന്ദി പറഞ്ഞിട്ടാ ഞാൻ മണ്ഡപത്തിലേക്ക് വന്നത്. പക്ഷേ എന്റെ സന്തോഷത്തിന് ഒരു പകലിന്റെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. താലി കെട്ടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അപകടം ഉണ്ടായത്
ജാസ്മിന്റെ ഭാഗ്യമായിട്ടല്ലേ കരുതേണ്ടത്. എന്റെ ഭാഗ്യോ? വിവാഹം മുടങ്ങിയത് എങ്ങനെ എന്റെ ഭാഗ്യാവും? അച്ഛമ്മയുടെ സ്വഭാവം ജാസ്മിൻ അറിയില്ലല്ലോ. താലി കെട്ടിയ ഉടനെ എനിക്ക് അപകടം സംഭവിച്ചിരുന്നെങ്കിലേ അത് ജാസ്മിന്റെ ദോഷമാണെന്ന് അച്ഛമ്മ നാട് മുഴുവൻ പറഞ്ഞു നടന്നേനെ. ദൈവേ ജാസ്മിന്റെ കൂടെ, അതിൽ സന്തോഷിക്കും ജാസ്മിൻ. ഇത് പ്രതീക്ഷിച്ച് തന്നെയാ ഞാൻ വന്നത്. വിശാൽ എന്നെ ആശ്വസിപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്റെ കണക്ക് കൂട്ടലുകൾ അങ്ങനെ തെറ്റിയില്ല. വിശാലിന്റെ ഈ വാക്കുകള് എനിക്ക് എന്തുമാത്രം ആശ്വാസമാണെന്ന് അറിയാവോ? വിശാലിനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ മുഴുവൻ പറഞ്ഞു തീർന്നില്ല ജാസ്മിൻ. ഈ വീഴ്ചയില് എനിക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ജാസ്മിന് വിധവയാവേണ്ടി വരുമായിരുന്നില്ലേ? അത് ജാസ്മിനെ കൂടുതൽ ദുഃഖിതയാക്കുമായിരുന്നു. അതും സംഭവിച്ചില്ലല്ലോ. അതില് സന്തോഷിക്കുകയല്ലേ വേണ്ടത്. ഇനി ഒരു കാര്യം കൂടി. പാർവതി ഉന്നയിച്ച ആരോപണങ്ങൾക്കെല്ലാം ഞാൻ ക്ഷമ ചോദിക്കുന്നു. അയ്യോ, എന്തിനാ ഒരു ജോലിക്കാരിക്ക് വേണ്ടി വിശാല് സോറി പറയുന്നത്? അപ്പോ വിശാൽ അവളുടെ ഭാഗത്താണല്ലേ? ജാസ്മിൻ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. എനിക്കൊന്ന് ഉറങ്ങണം. വിശാൽ, വിശാൽ, ഞാൻ എന്റെ കഥകൾ പറഞ്ഞപ്പോ വിശാലിന് എന്നോട് സഹതാപം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതില് പിടിച്ചു കയറിയ വിശാലിന്റെ മനസ്സിൽ കയറി പറ്റാം. അതിന്റെ കൂടെ ആ പൂക്കളിൽ വിഷം തളിച്ചത് പാർവതി കൂടെയാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച പിന്നെ വിശാലിന്റെ ലൈഫിൽ നിന്ന് പാർവതി ഔട്ട്, ജാസ്മിൻ ഇൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചേട്ടന്റെ ചേട്ടനെ നേരെയാക്കാൻ അനിയന്റെ അനിയന് ഇടപെടേണ്ടി വരും. അശ്വതി ആരാണെന്ന് പറഞ്ഞേ പറ്റൂ. ഇതെന്താടാ, പോലീസ് സ്റ്റേഷനോ? നീ എന്താ പോലീസോ? ഒരുമാതിരി ചോദ്യം ചെയ്യലൊക്കെ. ഞാൻ പോലീസായിരുന്നെങ്കിലേ ഏട്ടനെ കൊണ്ട് എന്നെ ഉത്തരം പറയിച്ചേനെ. അഖിലേ, നീ പുറത്തു പോയേ. ഏട്ടാ ഏട്ടാ, അതാരാന്ന് പറ. എന്താ ഏട്ടാ? എന്താടാ പ്രശ്നം? അരുണേട്ടാ, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. നമ്മള് അമൃത എടുത്തേക്ക് വാക്ക് കൊടുത്തില്ല ഏട്ടാ. അശ്വതി ആരാന്ന് കണ്ടുപിടിച്ച് കാര്യങ്ങൾ സെറ്റിലാക്കാന്ന്. ഇന്ന് അമൃത എടുത്ത് എന്നോട് അത് ചോദിക്കുകയും ചെയ്തു. അന്ന് കൊടുത്ത വാക്കെന്തായെന്ന്. അശ്വതി ആരാണെന്ന് കണ്ടുപിടിച്ച് കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞതല്ലേ? അതേട്ടാ, കാര്യങ്ങൾ എന്തായാലും അതൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞ് ഇതിനൊരു അവസാനം ഉണ്ടാക്ക്. ദേ, നമ്മൾ ഓരോരോ കുടുംബമായിട്ട് പ്രത്യേകമാണ് താമസിച്ചിരുന്നെങ്കിൽ ഇതൊരു പ്രശ്നമല്ലായിരുന്നു. നമ്മളിപ്പോഴും കൂട്ടുകുടുംബമായിട്ടാ താമസിക്കുന്നത്. കാര്യങ്ങൾ അറിഞ്ഞും ഇടപെട്ടും തന്നെ മുമ്പോട്ട് പോകണം. ദേ, ഏട്ടൻ പറയും, ഞാനും അകയും കൂടി അത് ക്ലീൻ ആയിട്ട് കൈകാര്യം ചെയ്തു തരാം. ഏട്ടൻ എന്തെങ്കിലും അബദ്ധം പറ്റിയിരുന്നോ? ഇനി അതല്ല അമൃത എടുത്ത് സംശയിക്കുന്ന പോലെ എന്തെങ്കിലും ഭീഷണിയാണോ? അഖിലേ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങള് നിന്നെ അത് പറഞ്ഞിട്ട് പോയാൽ മതി. ഒരു കുടുംബത്തെ മുഴുവനും ബാധിക്കുന്ന പ്രശ്നമാണ്. ഏട്ടാ, എന്റെ പൊന്നേട്ടനല്ലേ, പഞ്ചാരേട്ടനല്ലേ, ഏട്ടൻ ഒന്ന് പറയാതെ ഞാൻ ഏട്ടനെ വിടില്ല. നിന്നെ എന്തായാലും അത് ഏട്ടൻ പറഞ്ഞിട്ട് പോയാൽ മതി. നീക്കെന്താ ഷോ കാണിക്കാണോ? ഞാനൊന്ന് താന്നു വന്നപ്പോ ആളെ വന്നടാ. അശ്വതി ആരാണെന്ന് പറയാൻ എനിക്ക് മനസ്സില്ല. പറയാതെ ഏട്ടനെ ഞാൻ വിടില്ല. അറിഞ്ഞിട്ടാ, വേണ്ട.
സോറി ഏട്ടാ, സോറി. ഒരേ രക്തമാണല്ലോ, അതിന്റെ സ്വാതന്ത്ര്യമുണ്ടല്ലോ എന്നൊക്കെ കരുതിയാ. ഒരേ പാത്രത്തിലുണ്ട്, ഒരേ പായിൽ ഉറങ്ങിയവരാ നമ്മൾ. പഠിക്കുമ്പോ ഒരാൾക്കൊരു പ്രശ്നം വന്നാ അത് 3 പേരും ചേർന്ന് ഇടപെട്ടിരുന്നത്. 3 പേരും ഒന്നാണെന്നാ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പൊ മനസ്സിലായി 3 പേരും 3ആയിരുന്നു എന്ന്. സോറിടാ. ഏട്ടാ, ഞങ്ങൾ ഇടപെടുന്നത് പ്രശ്നങ്ങൾ തീർക്കാനാ, മറിച്ച് ഏട്ടനെ തോൽപ്പിക്കാനല്ല. ഞാനെല്ലാം നിങ്ങളോട് പറയാം. അശ്വതി, എനിക്കറിയാം. ഞാൻ പറയുന്നത് സത്യം. അശ്വതി, എനിക്കറിയാം. പക്ഷെ ഞാനുമായിട്ട് ബന്ധമൊന്നുമില്ല. ഏട്ടന് അശ്വതിയെ അറിയാം, എന്നാ ഏട്ടനുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് വെച്ചാ, അല്ല, ആ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ഏട്ടാ. എടാ, ഞാൻ പറഞ്ഞ സത്യം. പൂർണ്ണമായും കാര്യങ്ങൾ വൈകാതെ നിങ്ങളെയൊക്കെ അറിയിക്കാം. ഉറപ്പായും നിങ്ങളൊക്കെ ഇത് അറിഞ്ഞേ പറ്റൂ. എന്നെ വിശ്വസിക്കുക. ഞാൻ പറയാം. ഞാനിപ്പോ എന്റെ ജോലിയും തീർത്തോട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഏയ് അഖിലേ, എന്തോടാ ഇത്? ഏട്ടാ, ദേ, പട്ടാപ്പകലേ സ്വപ്നമൊന്നും കാണരുത്. മറ്റുള്ളവർക്കാ ബുദ്ധിമുട്ട്. ഏട്ടാ, സോറി ഏട്ടാ. ആ, നിന്നെ അച്ഛൻ വിളിക്കുന്നുണ്ട്. UK എക്സ്പോർട്ടിങ്ങിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിട്ടാ. നിന്റെ ഉമ്മ. ഏട്ടാ, ഏട്ടാ, പറയല്ലേ. ഞാൻ Please. പറയും. ഏട്ടാ, പറയല്ലേ പ്ലീസ്. അപ്പോ ശ്യാമ പാട്ടുകാരിയും കമ്പനി വൈസ് ചെയർപേഴ്സണും. ശ്യാമ വരൂ. എന്താ ശ്യാമേ, ആകെ ഒരു ടെൻഷൻ പോലെ? ഒന്നുമില്ല. ചമ്മലും പേടിയൊന്നും ഇല്ലല്ലോ? ഇല്ല. ഗുഡ്, വെരി ഗുഡ്. ഒരു സ്റ്റുഡന്റിന് മാത്രമല്ല, ഏതൊരു വ്യക്തിക്കും ആദ്യം വേണ്ടത് ആത്മവിശ്വാസമാണ്. ഉദാഹരണമായി അഖിൽ, ശ്യാമയുടെ ഹസ്ബൻഡ്. അഖിൽ ആത്മവിശ്വാസത്തിന്റെ ആൾരൂപമാ. അഖിലിന് നോ എന്നൊരു കാര്യമേ ഇല്ല. ഇപ്പൊ ഞങ്ങൾ അഖിലിനോട് പറയുക, അഖിലെ ഞങ്ങൾക്ക് അമ്പിളിമാമനെ വേണമെന്ന്. അഖില് അമ്പിളിമാമനെ എങ്ങനെയെങ്കിലും കൊണ്ടുതരും. ശ്യാമയിരിക്ക്. ഒരു ദിവസം കോളേജ് വെച്ച് എനിക്കൊരാഗ്രഹം, ബൈക്കിലൊന്ന് റൈഡിന് പോണോന്ന്. പലരോടും ഞാൻ ചോദിച്ചു, ആർക്കാ എന്നെ റൈഡിന് കൊണ്ടുപോകാൻ പറ്റുകയെന്ന്. എന്നിട്ട് എല്ലാവർക്കും പേടി. കോളേജ് സമയത്ത് കറങ്ങാൻ പോയാലേ പണി ഉറപ്പാ. പക്ഷേ അഖില് അഖിലൊന്നും പറഞ്ഞില്ല. വന്നെന്റെ കയ്യിലോട്ട് പിടിച്ചു, എന്നിട്ട് ആ ബൈക്കിലോട്ട് കയറ്റി. പിന്നെ ഒരൊറ്റ കത്തിക്കലായിരുന്നു.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയാളുടെ ക്രൂരത നേരിട്ട് കണ്ടവനാ ഞാൻ. അന്നേ എന്നെ ഭീഷണിപ്പെടുത്തി അപർണയ്ക്കെതിരെ പറയിപ്പിച്ചു. ഇത് ഞാൻ ഏറ്റു. സുധാമണി പറയും ആഘോഷമൊന്നും വേണ്ട, പക്ഷെ നമ്മൾ സമ്മതിക്കരുത്. ഇത് നമ്മുടെ സന്തോഷമാണ്. നമ്മളിത് ആഘോഷം. അതെ അതെ. സുധാമണി മാറി എന്നാലോ? നീ വന്നേ. ഏയ് ഗണേശ വേണ്ടപ്പ, ഇന്ന് പറ്റില്ല. വിവാഹ വാർഷിക അത് സൂപ്പർ ആക്കണം. അതെ, വിവാഹ വാർഷികം ആഘോഷിക്കുന്ന കൃഷ്ണമൂർത്തി സുധാമണി ദമ്പതികൾക്ക് ഒറ്റവീട് കോളനിയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഞാനൊരു ലൈവ് പോവാണേ. ഒറ്റവീട് കോളനിയിലെ കൃഷ്ണമൂർത്തി അങ്ങളും സുധാമണി ആന്റിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സുധാമണി ആന്റി. എനിക്കും മൂർത്തിയേട്ടനും ആശംസകൾ അർപ്പിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. വളരെ സന്തോഷം നിറഞ്ഞ ദാമ്പത്യമായിരുന്നു ഞങ്ങളുടേത്. ഇത്രയും സ്നേഹം നിറഞ്ഞൊരു ഭർത്താവിനെ കിട്ടുക എന്ന് പറയുന്നത് ഏതൊരു ഭാര്യയുടെയും ജന്മപുണ്യമാണ്. എന്താ ഇത് അങ്ങോട്ട് മാറിയെന്നേ? മൂർത്തിയേട്ടൻ അങ്ങനെയാ, വലിയ നാണക്കാരനാ. കണ്ടില്ലേ ലൈവ് ഒന്നും വേണ്ടാന്ന് പറയുന്നത്. എന്താ മൂർത്തിയേട്ടാ, ഇതൊക്കെ ഒരു സന്തോഷമല്ലേ? അതങ്ങോട്ട് ഓവിയേ. എന്താ ഇത്? എന്താ ഇവിടെ നടക്കുന്നത്? ഇന്നലെ മൂർത്തി സാറിന്റെ സുധാമണി ചേച്ചിയുടെ വിവാഹ വാർഷികമായിരുന്നില്ലേ, അത് ആഘോഷിക്കുക. മൂർത്തി സാറ് വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് രാത്രി പാർട്ടിയൊക്കെ ഉണ്ട്. ഇവരുടെ ഒരു സന്തോഷല്ലേ മൂർത്തിയേട്ടാ, നമുക്കങ്ങ് സമ്മതിച്ചു കൊടുക്കാം. ആശുപത്രിയിൽ നിന്ന് ക്ഷീണിച്ചു വരിക, അതിനിടയ്ക്ക് ഇങ്ങനത്തെ കോപ്രായങ്ങളൊന്നും വേണ്ട. അച്ഛ വേണ്ട, അച്ഛനിങ്ങനത്തെ ആഘോഷങ്ങളൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ടാ. അച്ഛന് ഇഷ്ടമല്ലാത്തത് മനഃപൂർവ്വം എന്തിനാ ചെയ്യുന്നത്? ഗണേശ മാമ, രാത്രി ഇനി പാർട്ടി ഒന്നും വേണ്ട. അയ്യോ, എല്ലാവർക്കും സന്തോഷമാണെന്ന് വിചാരിച്ചിട്ടാ പാർട്ടിക്ക് ഓർഡർ ചെയ്തത്. 25,000 രൂപയാ ബഡ്ജറ്റ്. അഡ്വാൻസ് ഒക്കെ കൊടുത്തു. 25,000 ഞാൻ തരാം. എല്ലാം ക്യാൻസൽ ചെയ്തേക്കണം. അയ്യോ, 25,000 രൂപ വെറുതെ ഇങ്ങ് കളയാന്ന് വെച്ചാ കഷ്ടല്ലേ മൂർത്തിയേട്ടാ? ഞാൻ പറഞ്ഞില്ലേ, എനിക്കിതൊന്നും ഇഷ്ടമല്ല. ഗണേശമ്മ, അംബികേച്ചി, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. അച്ഛൻ വന്നേ. ശരി, മൂർത്തിയേട്ടൻ ഇത്രയും വാശി പിടിക്കുന്നത് കൊണ്ട് നമുക്കിനി ആഘോഷങ്ങൾ ക്യാൻസൽ ചെയ്യാം. എല്ലാരും പോയിക്കോളൂ. ഞാൻ എന്തായാലും ഈ മാല പൊട്ടിക്കില്ല. ഇന്ന് മുഴുവനും ഇതെന്റെ കഴുത്തിൽ കിടക്കും. മോളെ. അമ്മ, ഞാൻ ലൈവ് ഇപ്പൊ കണ്ടതേ ഉള്ളൂ. കലക്കിയിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല, കുറച്ച് ബാക്കിയുണ്ട്. ഓൾ ദി ബെസ്റ്റ് അമ്മ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു, താങ്ക് യു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.